ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ്? വിത്തിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഷുഡ് ഇൻ സച്ച് എ വെരി സിഗ്നിഫിക്കൻറ്റ് സീഡ് ബി പ്രൊട്ടക്റ്റഡ്? ഇത്രയും പ്രാധാന്യമുള്ള സിഗ്നിഫിക്കൻ്റായ സീഡിനെ നമ്മൾ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ, സൂക്ഷിക്കണ്ടേ? സി ഹൗ പ്ലാന്റ്സ് പ്രൊട്ടക്റ്റ് സീഡ്സ്. ചെടികൾ എങ്ങനെയാണ് വിത്തിനെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. കണ്ടില്ലേ? There are fruits with only one seed and fruits with many seeds. ഒരു വിത്ത് മാത്രമുള്ളതും ഒന്നിൽ കൂടുതൽ മെനി സീഡ്സ് ഉള്ളതുമായ കായ്കൾ ഉണ്ട്. നോക്കൂ, പേര, ഗുവാവ, ഒരുപാട് മെനി സീഡ്സ് ആണ് അല്ലേ. പപ്പായ മെനി സീഡ്സ് ആണ്. ജാക്ക് ഫ്രൂട്ടിനും മെനി സീഡ്സ്. മാംഗോ എങ്ങനെയാണ്? ഓൺലി വൺ സീഡ്. പിന്നെ ഏതൊക്കെയാണ് വൺ സീഡ് മാത്രമുള്ളത്? കഷ്യൂ ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, ഇതിനൊക്കെ ഓൺലി വൺ സീഡാണ് ഉള്ളത്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സീഡ് യു ഹാവ് സീൻ? ചെറിയ സീഡുള്ളത് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ആൻഡ് ദ ബിഗ്ഗസ്റ്റ്, വലിയ സീഡുള്ളത് ഏതൊക്കെയാണ്? യെസ്, കോക്കനട്ട്. അതൊക്കെ വലുതാണ്. നിങ്ങൾ കണ്ടതിൽ വെച്ച് വലുത് കോക്കനട്ട് ആയിരിക്കും അല്ലേ. ചെറുത് ഏതൊക്കെയാണ്? യെസ്, മസ്റ്റാർഡ്, കടുക്. ദെൻ അമരാന്തസ് സീഡ്, ചീരയുടെ, ഗുവാവ, പേരയുടെ, ഈ സീഡ്സൊക്കെ ചെറുതാണ്. ഫ്രൂട്ട്സ് വിത്ത് വൺ സീഡ്, ഒരു വിത്ത് മാത്രമുള്ളത് ഏതൊക്കെയാണ്? കോക്കനട്ട്, മാംഗോ, ഡേറ്റ്സ്, കഷ്യൂ ഫ്രൂട്ട്സ്, അംല. ഫ്രൂട്ട്സ് വിത്ത് മോർ ദാൻ വൺ സീഡ്, ഒന്നിലധികം വിത്തുള്ളത് ഏതിനൊക്കെയാണ്? ടൊമാറ്റോ, ജാക്ക് ഫ്രൂട്ട്, കുക്കുംബർ, പപ്പായ, പംകിൻ. ഇനി ഈ പട്ടിക നോക്കൂ. ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ നിന്നും കണ്ടെത്തി ഒരു വിത്ത് മാത്രമുള്ള കായകൾ ഏതൊക്കെയാണ്, ഒന്നിലധികം ഉള്ളത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. Didn't you observe the germination of the pea seed? പയർവിത്ത് മുളയ്ക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചല്ലോ. Which comes first, the leaf or the root? ഇലയാണോ വേരാണോ ആദ്യം മുളച്ചു വന്നത്? Do you know why plants have roots? ചെടികൾക്ക് വേര് എന്തിനാണ് എന്ന് നിങ്ങൾക്കറിയാമോ? Don't you want to know how the root serves the plant? വേര് സസ്യത്തെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? Let us try a simple experiment. ഒരു ലഘു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. Take out a rooted peperomia plant. മഷിത്തണ്ട് ചെടി. ഒരു മഷിത്തണ്ട് ചെടി വേരോടെ, റൂട്ടഡ് പെപ്പറോമിയ പ്ലാന്റ്, റൂട്ടുള്ള ഒരു മഷിത്തണ്ട് ചെടി പിഴുതെടുക്കുക. വാഷ് ദ റൂട്ട് ഓഫ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ വാട്ടർ. വെള്ളത്തിൽ നന്നായിട്ട് ആ വേരുള്ള ഭാഗം കഴുകിയെടുക്കുക. ഒബ്സർവ് ദ കളർ ഓഫ് ദ സ്റ്റെം ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ. തണ്ടിൻ്റെ നിറം നിരീക്ഷിച്ച് അത് രേഖപ്പെടുത്തുക. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് വെസൽ. ഒരു ചില്ല് പാത്രത്തിൽ വെള്ളം എടുക്കുക. മിക്സ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് റെഡ് ഇങ്ക് ഇൻ ദ വാട്ടർ. ആ വെള്ളത്തിൽ കുറച്ച് റെഡ് ഇങ്ക്, ചുവന്ന മഷി കലർത്തുക. ആഫ്റ്റർ 10 മിനിറ്റ്സ്, 10 മിനിറ്റിന് ശേഷം, പ്ലേസ് ദ പെപ്പറോമിയ പ്ലാന്റ് ഇൻ ദ ഇങ്ക് വാട്ടർ. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ മഷിവെള്ളത്തിൽ ഈ പെപ്പറോമിയ മഷിത്തണ്ട് ചെടിയെ ഇറക്കി വയ്ക്കുക. കീപ് ഇറ്റ് ഇൻ സൺലൈറ്റ് ഫോർ എ വൈൽ. സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കുറച്ചു നേരം വെക്കണം. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്? എന്ത് ചേഞ്ചാണ്, എന്ത് മാറ്റമാണ് കാണാൻ കഴിയുന്നത്? ഈസ് ദ എ കളർ ചേഞ്ച് ഇൻ ദ സ്റ്റെം? അതിൻ്റെ തണ്ടിന് നിറമാറ്റമുണ്ടായിട്ടുണ്ടോ? വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? റെക്കോർഡ് ദ ഒബ്സർവേഷൻ ഓഫ് ദ എക്സ്പീരിമെൻറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങളുടെ പരീക്ഷണക്കുറിപ്പ് നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതുക. എന്ത് ഒബ്സർവേഷനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക? യെസ്, ദ സ്റ്റെം ഹാസ് ബിക്കം റെഡ്.
അതിൻ്റെ മഷിത്തണ്ടിൻ്റെ സ്റ്റെമ്മ് തണ്ടിന് ചുവന്ന നിറം ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ്, അത് കാരണം എങ്ങനെയാണ്, എന്ത് നിഗമനത്തിലാണ് നിങ്ങൾ എത്തിയത്? ദ റൂട്ട്സ് അബ്സോർബ്ഡ് ദ റെഡ് കളേർഡ് വാട്ടർ. ഈ റൂട്ട്, പെപ്പരോമിയയുടെ റൂട്ട് അബ്സോർബ് ചെയ്തു, ആഗിരണം ചെയ്തു, ഈ റെഡ് കളറുള്ള വെള്ളത്തെ ആഗിരണം ചെയ്തു. ദിസ് വാട്ടർ റീച്ച്ഡ് ഓൾ ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ആ വാട്ടറാണ് ഈ മഷിത്തണ്ടിൻ്റെ എല്ലാ ഭാഗത്തും, ഓൾ പാർട്സിലും എത്തിയത്. അതുകൊണ്ടാണ് നമുക്കത് ചുവന്ന നിറത്തിലായിട്ട് കണ്ടത്. വേര് ഈ വെള്ളത്തെ വലിച്ചെടുത്തു, എല്ലാ ഭാഗത്തും എത്തിച്ചു. വാട്ട് ദ റൂട്ട് സെയ്സ്. വേര് പറയുന്നത് കേൾക്കൂ. ഐ കീപ് പ്ലാന്റ്സ് ഫിക്സഡ് ഇൻ ദ സോയിൽ. ചെടികളെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത്, ഫിക്സ് ചെയ്യുന്നത് ഞാനാണ്. ഐ ഹെൽപ്പ് ഇൻ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഫ്രം ദ സോയിൽ. ചെടികൾക്ക് ആവശ്യമായ ജലവും വളവും മണ്ണിൽ നിന്നും വലിച്ചെടുക്കാൻ, അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നതും ഞാനാണ്. മൈ ഹെൽപ്പ് ഈസ് റിക്വയർഡ് ഫോർ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ദ വാഷിംഗ് അവേ ഓഫ് സോയിൽ. എൻ്റെ സഹായം ആവശ്യമാണ്. എന്തിനൊക്കെ? ഫോർ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ സോയിൽ, മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാനും, അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് ദ വാഷിംഗ് അവേ ഓഫ് സോയിൽ, മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനും എൻ്റെ സഹായം ആവശ്യമാണ്. റൂട്ട്സ്, വേരുകൾ. വി യൂസ് the roots of many plants like the common sida, കുറുന്തോട്ടി, and vetiver, രാമച്ചം as medicines. കുറുന്തോട്ടി, രാമച്ചം ഇതിൻ്റെയൊക്കെ വേരുകൾ നാം ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നു. The roots of teak wood, coffee plant and rosewood ET are used to make curious. ക്യൂരിയസ് മീൻസ് കൗതുക വസ്തുക്കൾ. തേക്ക്, കാപ്പി, ഈട്ടി തുടങ്ങിയവയുടെ വേരുകൾ കൊണ്ട് കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നു. ദ റൂട്ട്സ് ഓഫ് ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, ആർ യൂസ്ഡ് ആസ് ഫുഡ്. കപ്പ, മധുരക്കിഴങ്ങ് ഇതിൻ്റെയൊക്കെ വേരുകൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. വാട്ട് ആർ ദ യൂസസ് ഓഫ് റൂട്ട്സ്. വേരുകൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ്സ് ഫേംലി ഇൻ ദ സോയിൽ. വേര് സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, റൂട്ട്സ് അബ്സോർബ് മാനോർ ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് ഗീവ് ടു ദ പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളവും വെള്ളവും മറ്റും മണ്ണിൽ നിന്നും വലിച്ചെടുത്ത് നൽകുന്നതും വേരുകളാണ്. They prevent the soil from washing away. മണ്ണൊലിപ്പ് തടയുന്നതും വേരുകളാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് റൂട്ടിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ബുക്കിലേക്ക് എഴുതണേ. പിന്നെ ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ഇത്. റൂട്ട്സിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ മെഡിസിൻസ്, ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്, അതുപോലെ കൗതുക വസ്തു ക്യൂരിയസ് ഉണ്ടാക്കാൻ ഏതൊക്കെയാണ്, അതുപോലെ ഫുഡ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്. പ്ലാന്റ് ആൻഡ് സ്റ്റെം, ചെടിയും തണ്ടും. ഡിഡ് യു സീ ദ പിക്ചർ? നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ? വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് മിസ്സിങ്? ഈ ചിത്രത്തിലെ ചെടിക്ക് ഏത് ഭാഗമാണ് ഇല്ലാത്തത്? ഡ്രോ ദാറ്റ് പാർട്ട്. ആ ഭാഗം വരച്ചു ചേർക്കൂ. ഇറ്റ് ഈസ് ദ സ്റ്റെം ഓഫ് ദാറ്റ് ട്രാൻസ്പോർട്ടഡ് ദ വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ഓഫ് ദ പെപ്പറോമിയ പ്ലാന്റ് ടു ഓൾ പാർട്സ്. മഷിത്തണ്ട് ചെടിയുടെ വേര് വലിച്ചെടുത്ത ജലം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചത് തണ്ടാണ്. ജസ്റ്റ് ഇമാജിൻ ദ കണ്ടീഷൻ ഓഫ് ദ പ്ലാന്റ് വിത്തൗട്ട് സ്റ്റെം. തണ്ട് ഇല്ലാത്ത ചെടിയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് പാർട്ടാണ് വരയ്ക്കേണ്ടത്? തണ്ട്, സ്റ്റെമ്മ് വരച്ചു കൊടുക്കണം. ഈ വേര് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ ആൻഡ് മിനറൽസ് എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്, ഇലയിലേക്കൊക്കെ എത്തുന്നത്? ഈ വേര് വലിച്ചെടുത്ത് തണ്ടിലൂടെ ഇലയിലേക്ക് എത്തുന്നു. ദ സ്റ്റെം ടു ഹാസ് ടു സേ. തണ്ടിനുമുണ്ട് പറയാൻ.
I transport the water and minerals absorbed by the root to the leaves. വേര് വലിച്ചെടുക്കുന്ന ജലവും വളവും ഇലകളിലെത്തിക്കുന്നത് ഞാനാണ്. Haven't you seen leaves arranged in plants? ചെടിയിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? Without me, leaves cannot stand. ഞാനില്ലെങ്കിൽ ഇലകൾക്ക് നിൽക്കാൻ കഴിയില്ല. Sweet stems, മധുരിക്കും തണ്ടുകൾ. Don't we all like the sugarcane stem? കരിമ്പിൻ തണ്ട് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Do you know that sugar is produced from the sugarcane stem? പഞ്ചസാര ഉണ്ടാക്കുന്നത് കരിമ്പിൻ തണ്ടിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ തന്നെ ഷൂട്ട്സ്, തണ്ടിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഓക്കെ. You have familiarized yourself with different parts of plants. ചെടികളുടെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. Observe the picture of the plant given below and label its parts in the boxes provided. താഴെ കൊടുത്തിരിക്കുന്ന ചെടിയുടെ ചിത്രം നോക്കി അതിൻ്റെ ഭാഗങ്ങളുടെ പേര് ഈ കോളത്തിൽ എഴുതണം. And first one, leaf, flower, fruit, stem, root. Cactus, കള്ളിമുൾച്ചെടി. Have you seen the plant whose stem modifies into leaves? തണ്ട് ഇലകളെ പോലെ മോഡിഫൈ ചെയ്ത രൂപപ്പെട്ടിരിക്കുന്ന ചെടികൾ കണ്ടിട്ടുണ്ടോ? It can also grow in places where there is water scarcity. ജലം വളരെ കുറവുള്ള, വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം ചെടികൾ വളരുന്നത്. The stem does the work of the leaf. ഇല ചെയ്യുന്ന ജോലി തണ്ടാണ് ചെയ്യുന്നത്. ഈ ചിത്രം നോക്കൂ. ഹണി മാംഗോ ട്രീയും തേന്മാവും അതുപോലെ മറ്റ് ചെടികളും എന്തെല്ലാം സഹായമാണ് നമുക്ക് ചെയ്യുന്നത്? യെസ്, ദേ ഗിവ് us ഫുഡ്. നമുക്ക് ഭക്ഷണം തരുന്നു. അതുപോലെ തന്നെ ബേർഡ്സിനും സ്ക്വിരലിനും എല്ലാം ഫുഡ് നൽകുന്നുണ്ട്. ദെൻ ദേ ഗിവ് us ഷെയ്ഡ്, തണൽ തരുന്നു. കൂടാതെയോ ദേ ഗിവ് ഷെൽട്ടർ ടു മെനി അനിമൽസ് ആൻഡ് ബേർഡ്സ്. ഒരുപാട് അനിമൽസിനും ബേർഡ്സിനൊക്കെ ഷെൽട്ടർ, അഭയസ്ഥാനം നൽകുന്നുണ്ട്. പിന്നെയോ ദേ ഗിവ് us എ പ്ലേസ് ടു റെസ്റ്റ്. നമുക്ക് വിശ്രമിക്കാനുള്ള ഇടം നൽകുന്നു. നല്ല തണൽ ഏറ്റ് നമുക്കിതിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് വിശ്രമിക്കാം. പിന്നെയോ ദേ ഗിവ് പ്ലേസ് ഫോർ ബേർഡ്സ് ടു ബിൽഡ് ദെയർ നെസ്റ്റ്. പക്ഷികൾക്ക് കൂട് വയ്ക്കാൻ സ്ഥലം നൽകുന്നു. പിന്നെയോ യെസ്, ദേ ഗിവ് us ഓക്സിജൻ ടു ബ്രീത്ത്. നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ, വായു, ശുദ്ധവായു നൽകുന്നു. ദേ ഹെൽപ്പ് ടു ഗെറ്റ് റെയിൻഫോൾ. മഴ പെയ്യിക്കുന്നു. അപ്പോൾ സസ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ബുക്കിൽ തയ്യാറാക്കണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ